നമ്മൾ കാസർഗോഡേക്ക് പോവാണ് കേട്ടോ. അഫി വരുന്നതിന് മുമ്പ് തന്നെ എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ വന്ന് അവന് ഫുഡൊക്കെ കൊടുത്ത് എല്ലാവരും ഒരുങ്ങിയതാ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോള് ആദ്യമായിട്ടാണ് ബാബിയുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റുമിച്ചിനെ നമ്മൾ ഇടമറകളിൽ അമ്മയുടെ വീട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തൊടുപുഴയ്ക്ക് പോവുകയാണ്. പെട്ടെന്ന് തന്നെ വരും കേട്ടോ. 1-2 ദിവസം മാത്രമാണ് നിൽക്കുകയുള്ളൂ. അഫിക്ക് സ്കൂളിൽ പോകാനുള്ളതാണല്ലോ. അങ്ങനെ തൊടുപുഴ എത്തി ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. കറക്റ്റ് 7:15 ആയപ്പോഴത്തേക്കും ബസ് വന്നു. പക്ഷേ വഴിയിലുടനീളം നല്ല ബ്ലോക്കും അതുപോലെ തന്നെ ഫുൾ മഴയായിരുന്നു. അതുകൊണ്ട് എല്ലാ പ്രാവശ്യത്തെക്കാളും താമസിച്ചിട്ടാണ് കേട്ടോ ബസ് നാട്ടിലെത്തിയത്. അങ്ങനെ അവിടെ എത്തുമ്പോൾ ഇക്കായും അതുപോലെ തന്നെ ഉപ്പായും നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങി ബാഗ് കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഉപ്പായുടെ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. ഉമ്മ അവിടെ വെയിറ്റിങ്ങിലായിരുന്നു. അങ്ങനെ മോളെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ജനിച്ച് 87ാമത്തെ ദിവസമാണ് കേട്ടോ അവളുടെ പാപ്പയുടെ വീട്ടിൽ കയറുന്നത്. ഇക്കായും പുറകെ സ്കൂട്ടിയിലാണ് വന്നത്. നമ്മൾ ആദ്യം തന്നെ ഇങ്ങോട്ടേക്ക് പോന്നിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറേ സമയം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ലോങ് വ്ലോഗ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ.